ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് റീസെൻ്റ്ലി ഞാൻ ബോട്ടോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഹെയർ. അപ്പോൾ അതിൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ആണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൻ്റെ പ്രൊസീജിയറാണ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കൺസൾട്ടേഷൻ. അതായത് നമ്മുടെ ഹെയർ അവർ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പും ഹെയറിൻ്റെ ടെക്സ്ചറും ഒക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ട്രീറ്റ്മെൻ്റ് ആണ് നല്ലതെന്ന് നോക്കും. ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതായാലും ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺസൾട്ടേഷനാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാഷ് യുവർ ഹെയർ. അതായത് നമ്മുടെ ഹെയർ അവർ വാഷ് ചെയ്യും, നന്നായിട്ട് വാഷ് ചെയ്യും. ആദ്യം ഒരു സ്റ്റെപ്പ് ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യും. അത് കഴുകിയിട്ട് ഒന്നും കൂടെ നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പ് അവർ ക്ലീൻ ചെയ്യും. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അപ്ലൈ ട്രീറ്റ്മെൻറ്റ് ആപ്ലിക്കേഷൻ. അല്ലെങ്കിൽ അപ്പോൾ എന്താണ്, നമ്മൾ ഏത് പ്രൊഡക്ട്സ് ആണോ യൂസ് ചെയ്യുന്നത്, ഏത് പ്രൊഡക്റ്റ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഏത് സലൂണിലാണോ, ഓരോ സലൂണിലും ഓരോ പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ഏത് പ്രൊഡക്റ്റ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ പ്രൊഡക്റ്റ് നന്നായിട്ട് ഇങ്ങനെ ഓരോ മുടിയും എടുത്ത് ഇങ്ങനെ ഓരോ പോർഷനിലും നന്നായിട്ട് സ്കാൽപ്പ് മൊത്തം അപ്ലൈ ചെയ്തിട്ട് ഒരു കവർക്ക് നമ്മുടെ തലയിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു 1 hour ഇരുത്തും. അതിനാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് പ്രോസസ്സിങ് ടൈം എന്ന് പറയുന്നത്. ആ പ്രോസസ്സിങ് ടൈമിൽ നമ്മളുടെ ആ പ്രൊഡക്റ്റ് നമ്മുടെ തലയിൽ നന്നായിട്ട് അപ്ലൈ ആയിട്ട് നമ്മളൊരു 1 hour 1.5 hour ഇരുത്തും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റനിങ് ഹെയർ. അതായത് നമ്മളുടെ ഇപ്പോൾ നമ്മളെ ട്രീറ്റ്മെൻറ്റ് ആപ്ലിക്കേഷൻ കഴിഞ്ഞു, അടുത്തത് നമ്മൾ ആ കിറ്റൊക്കെ മാറ്റിയിട്ട് നമ്മളുടെ ഹെയർ നന്നായിട്ട് അഴിച്ചിട്ടിട്ട് ചീവിട്ട് ഉടക്കൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് സ്ട്രൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു സ്റ്റെപ്പ് സ്ട്രൈറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എല്ലാം ഒന്നും കൂടി ചെയ്യുമ്പോൾ കുറേ നേരത്തെ പണിയാണ്. ഇങ്ങനെ ഒരു കുറച്ച് മുടിയെടുത്ത് മാത്രമാണ് ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്ത് പോകുന്നത്. അങ്ങനെ കുറേ നേരം ആദ്യം ഒരു റൗണ്ട് സ്ട്രൈറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് പിന്നെ ഒരു റൗണ്ട് സ്ട്രൈറ്റ് ചെയ്യും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വാഷ് യുവർ ഹെയർ അഗെയിൻ. അതായത് ഒന്നും കൂടെ വാഷ് ചെയ്യും. ഇത് സ്ട്രൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ ഇങ്ങനെ കോല് പോലെ ഇങ്ങനെ വടി പോലെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതൊന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ അവർ വാഷ് ചെയ്യും. വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ നന്നായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് സെറ്റിംഗ് യുവർ ഹെയർ. അതായത് ഒന്ന് ഡ്രൈ ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് വരും. അപ്പോഴാണ് നമ്മുടെ മുടി നല്ല സ്മൂത്തായിട്ട് നല്ല സെലിബ്രിറ്റീസിൻ്റെ പോലെ കിടക്കുന്നത്. ഇപ്പം എൻ്റെ മുടി എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനൊരു 3:30 ആയപ്പോൾ പോയിട്ട് ഞാൻ 8 മണി 8:30 9 മണിയോളം ആവാറായി വന്നപ്പം. അപ്പോൾ ഒരു 5-6 മാക്സിമം 5-6 മണിക്കൂറത്തെ ഒരു പരിപാടിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ ബോട്ടോക്സിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇംപ്രൂവ് ടെക്സ്ചർ, നമ്മുടെ മുടിയുടെ ടെക്സ്ചറിനെ ഇമ്പ്രൂവ് ചെയ്യിക്കുന്നു. അതേപോലെ റെഡ്യൂസ് ഫ്രിസ്നെസ്, നമ്മുടെ മുടി ഫ്രിസ് ആയിട്ടിരിക്കുവാണ്, നല്ല പരുവരുത്തത്തിലിരിക്കുവാണ്, അതൊക്കെ ഒന്ന് കുറച്ചിട്ട് നല്ല സ്മൂത്ത് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത് റിപ്പയർ ഡാമേജസ്. മുടി ഡാമേജ് ആയിരിക്കുവാണെങ്കിൽ അതിനെയൊക്കെ റിപ്പയർ ചെയ്തിട്ട് മുടി നല്ല സ്മൂത്ത് ആക്കാനും ഷൈനി ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത് ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട്. അതായത് എൻ്റെ ഒരു ഹെയറിന് ഇപ്പോൾ അവർ പറഞ്ഞത് ഒരു 6 month 7 month ലാസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതിപ്പോൾ അത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ അനുസരിച്ചിട്ടായിരിക്കും. എൻ്റെ മുടി അത്യാവശ്യം കുറച്ച് സ്ട്രെയിറ്റ് ആയിരുന്നു, പിന്നെ താഴെ കുറച്ചിങ്ങനെ കേളി ആയിട്ട് ഇങ്ങനെ ഒരു വേവി ആയിട്ട് കിടക്കുന്ന ഒരു ഹെയർ ആയിരുന്നു. എനിക്കത് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് ചൂല് പോലെ കിടക്കുന്ന മുടിയാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് എന്നോട് അവർ ആദ്യം ബോട്ടോക്സ് ചെയ്യാനായിട്ട് ഞാൻ ചെന്നിരുന്നപ്പോൾ കൺസൾട്ടേഷൻ ടൈമിൽ എന്നോട് ചോദിച്ചു, താഴത്ത് കേളി ആയിട്ടിരിക്കണോ, ഒരു സെക്കൻഡ്, ഓക്കെ, താഴത്തെ കേളി ആയിട്ടിരിക്കണോ അതോ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒട്ടും കേൾസ് വേണ്ട. സാധാരണ ആൾക്കാർ ഇപ്പോൾ എല്ലാം കേൾ ചെയ്ത് അതിന് വേണ്ടിയിട്ട് ക്യാഷ് കൊടുക്കുന്ന ആൾക്കാരാണ്. പക്ഷേ എനിക്ക് ഒട്ടും കേളി ഹെയർ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ വേണമെന്ന് പറഞ്ഞത്. നമ്മൾ പറഞ്ഞ ഉടനെ ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്.
അടുത്തത് റെഡ്യൂസ് സ്പ്ലിറ്റ്നെസ്, അതായത് നമ്മുടെ ഹെയർ സ്പ്ലിറ്റ് ആയി കിടക്കുവാണെങ്കിൽ, ഇപ്പം എൻ്റെ ഹെയർ നേരത്തെ ഹെയർ ഭയങ്കര സ്പ്ലിറ്റൻ ഹെയർ ആയിരുന്നു, പക്ഷേ ഇപ്പം നല്ല ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്. ആ സ്പ്ലിറ്റ്നെസ് ഒക്കെ മാറി നമ്മുടെ ഹെയറിനെ താഴോട്ടൊക്കെ നല്ല സ്മൂത്ത് ആക്കും. ഈ ഇങ്ങനെ പരിവരുത്തിരിക്കുന്ന സ്പ്ലിറ്റ് ആയി പോകുന്ന മുടിയൊക്കെ നല്ല സ്മൂത്ത് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം എൻ്റെ അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട് ഈ ഇങ്ങനെ ചെയ്തതിന് ശേഷം. ആ സ്പ്ലിറ്റ്നെസ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞു. ഇടയ്ക്ക് ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടും കൂടെയാണ് ബോട്ടോക്സ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് എൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ബോട്ടോക്സ് ചെയ്തിട്ട് എൻ്റെ കുറേ പേരുടെ അടുത്ത് ചോദിച്ചായിരുന്നു എങ്ങനെയുണ്ട് ഹെയർ, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഹെയർ കിട്ടും നമുക്ക്. അതായത് എൻ്റെ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് മുടി ഉള്ളെങ്കിൽ നന്നായിട്ട് ഉടക്കാവുമായിരുന്നു. ഇപ്പോൾ എവിടെയെങ്കിലും ഞാൻ 2 വീലർ ഓടിക്കുന്ന ആളായതുകൊണ്ട് വണ്ടി ഓടിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കെട്ട് വീണ് പിന്നെ ചീവി എടുക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയങ്കര സ്മൂത്താണ് മുടി. ഇപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് മുടി, നല്ല ഷൈനി ആയിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഷൈനിങ് തോന്നാറുണ്ട്. ആദ്യം ചെയ്തിട്ട് ഞാൻ വീഡിയോയിൽ കാണാം, ഞാൻ ആദ്യം ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട സമയത്ത് ഭയങ്കര ഒട്ടി ഇരിക്കുമായിരുന്നു. പക്ഷേ ഒരു 2 ദിവസം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക്, ഒരു വാഷൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ആ ഒരു പഴയ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. താഴെയൊക്കെ സ്ട്രെയിറ്റ് ആയി, അതിൻ്റെ ആ താഴത്തെ കേളി ഹെയറൊക്കെ പോയി. പിന്നെന്ന് പറഞ്ഞാൽ പെയിൻ ഫ്രീ ആണോന്ന് ചോദിച്ചാൽ, എനിക്ക് ഓൾറെഡി തലവേദന ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യുന്ന സമയത്ത് ട്രീറ്റ്മെൻറ്റ് ആപ്ലിക്കേഷൻ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഹെയർ ഇങ്ങനെ ചൂട് പോലാകും. അതിങ്ങനെ ഭയങ്കര കട്ടിയായിരിക്കും മുടി. അപ്പോൾ അതിങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് തലവേദന ഉണ്ടായിരുന്നു. നമ്മളെ മുടിയിൽ ഇങ്ങനെ ശക്തിയായിട്ട് പിടിച്ച് വലിച്ചാൽ അപ്പം നമ്മുടെ മുടിയിൽ ആരെങ്കിലും ഇങ്ങനെ ശക്തിയായിട്ട് പിടിച്ച് വലിച്ചാൽ നമുക്കൊരു വേദന ഉണ്ടാവില്ല. അങ്ങനെ ഒരു ചെറിയൊരു മുടിയെ ഒരുപാട് സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് തലവേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓൾറെഡി എനിക്ക് തലവേദന ഉള്ളതുകൊണ്ടാണ്, പക്ഷേ എനിക്കതൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാനങ്ങ് സഹിച്ചു അതൊക്കെ. അപ്പം പെയിൻ ഫ്രീ ആണോ മൊത്തത്തിൽ പറഞ്ഞാൽ, പിന്നെ ഒരു ഷൈനിങ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഹെയർ തരും നമുക്ക്. ഫ്രിസ്നെസ് ഒക്കെ നന്നായിട്ട് കുറവുണ്ട്. പിന്നെ എൻ്റെ റൂട്ടൊക്കെ പോയിട്ട് പടക്കം പൊട്ടുന്നു. ഇവിടെ അമ്പലത്തിൽ എൻ്റെ ഉത്സവമാണ്, പടക്കമൊക്കെ പൊട്ടുന്നു ഇവിടെ. അപ്പം നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഹെയർ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എനിക്ക് പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. കാരണം എൻ്റെ മുടിയുടെ മുടിയുടെ ടെക്സ്ചറും ഒക്കെ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഹെയർ ഫോള് ഓൾറെഡി ഉണ്ടായിരുന്നതിനെക്കാട്ടിലും കുറവുണ്ട്. മറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെയർ ഫോളായിരുന്നു, പക്ഷേ ഇത് നല്ല ഡിഫറൻസ് ഉണ്ട്. ഹെയർ ഫോൾ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഒരു 50 മുടി പോകുമെങ്കിൽ ഇപ്പോൾ അതൊരു 5 മുടിയാക്കിയിട്ട് മാറിയിട്ടുണ്ട്. അത്രയും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഇതിന് ആഫ്റ്റർ കെയർ അനുസരിച്ചിട്ടിരിക്കും. എന്നോട് അവിടെ സലൂണിലെന്ന് പറഞ്ഞത് മന്ത്ലി പ്രോട്ടീൻ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോട്ടീൻ എടുക്കാൻ വേണ്ടി മന്ത്ലി ചെല്ലണം എന്ന് പറഞ്ഞു. ഒരു മാസം 1 വട്ടം പ്രോട്ടീൻ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്തായിരുന്നു പറഞ്ഞത്, പിന്നെ അവിടെ നിന്ന് ഷാമ്പൂവും കണ്ടീഷണറും തന്നിട്ടുണ്ട്. ബോട്ടോക്സ് ചെയ്താൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ ഷാമ്പൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ അവിടെ നിന്ന് തരുന്ന ഷാമ്പൂ കണ്ടീഷണർ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞു. പിന്നെ എന്നോട് സ്പെഷ്യലായിട്ട് പറഞ്ഞത് ഓയിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ബോട്ടോക്സ് ചെയ്ത ഹെയറിൽ നമ്മൾ നോർമൽ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്നോട് പറഞ്ഞു റോസ്മേരി ഓയിൽ യൂസ് ചെയ്തോളാൻ പറഞ്ഞു. വേറെ ഓയിലൊന്നും യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു. പിന്നെന്താണ്, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഹോണസ്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഹെയർ ഇഷ്ടപ്പെട്ടു. ഞാനിതിൽ ഓക്കെയാണ്. ഭയങ്കര മറ്റേന്ന് പറഞ്ഞാൽ എപ്പോഴും പിടിച്ച് ഹെയറിൽ പിടിച്ച് നടക്കണമായിരുന്നു. പക്ഷെ ഇതിപ്പോൾ എനിക്ക് ഓക്കെയാണ്. എനിക്ക് പഴിച്ചിടാനാണെങ്കിലും ഞാൻ പിന്നെ ഈ ബോട്ടോക്സ് ചെയ്ത് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ ഹെയർ കെട്ടി വെക്കരുതെന്ന് പറയും 2 ദിവസത്തേക്ക്. കാരണം എന്ന് പറഞ്ഞാൽ മുടിയിനെ ഒടിഞ്ഞു ഇപ്പോൾ നമ്മൾ ബാൻഡോ അല്ലെങ്കിൽ ക്ലിപ്പോ ഇടുന്ന പോർഷൻ ഇങ്ങനെ ഒടിവ് പോലൊരു ഇത് വരും. അതുകൊണ്ട് ആ ഒരു സ്ട്രൈറ്റ്നെസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോഴേ ഹെയർ ബാൻഡൊന്നും ഇടരുതെന്ന് പറയും. ഞാൻ അധികം ക്ലിപ്പും ബാൻഡ് ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. ക്ലിപ്പും ഞാൻ ഉച്ചയൊക്കെ ആകുമ്പം ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്യാറുണ്ട്. മൊത്തത്തിലല്ല, ജസ്റ്റ് മുടി ഒന്ന് ക്ലിപ്പ് ചെയ്യാറുണ്ട്, അത്രേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ്.
ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ. പിന്നെ എന്നോട് ചോദിച്ചത് എത്രയാണ് റേറ്റ് എന്ന് ചോദിച്ചായിരുന്നു. റേറ്റ് എന്ന് പറയുമ്പോൾ ഓരോ സലൂണിലും ഓരോ പ്രൊഡക്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും റേറ്റ് വരുന്നത്. എന്നാൽ ഏകദേശം ഒരു 4,999 ആ ഒരു റേഞ്ച് തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇപ്പോൾ ചില സലൂൺസിലൊക്കെ അവർ പറയും എനി ലെങ്ത്തിന് 3,999, 4,999 അങ്ങനെ പറയും. പക്ഷെ നിങ്ങൾ പ്രൊഡക്റ്റൊക്കെ ഏതാണെന്ന് നോക്കിയിട്ട് അത്യാവശ്യം നല്ല സലൂണിൽ പോയിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ ഹെയറിൻ്റെ കാര്യമായിട്ട് നമ്മൾ ചില പ്രൊഡക്ട്സൊക്കെ നമ്മൾ ലോക്കൽ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് അതൊക്കെ ഒരു പ്രശ്നം വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല പ്രൊഡക്ട്സ് ആണെന്ന് നോക്കിയിട്ട് അത്യാവശ്യം കാശ് കൊടുത്താലും കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്യുന്നിടത്ത് പോയി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് എൻ്റെ മുടി. അപ്പോൾ എനിക്ക് നേരത്തെ ഹെയർ ആണോ അതോ ഇപ്പോഴത്തെ ഈ സ്ട്രെയിറ്റ് ചെയ്തിട്ടുള്ള ഹെയർ ആണോ നല്ലതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, എനിക്ക് പോകാൻ ടൈമായി. അപ്പോൾ ടാറ്റ, ബൈ, സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്, ബൈ.